കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വെട്ടക്കൽ ആറാട്ടുവഴി പ്രദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങളിന്ന് ഈ ആറാട്ടുവഴി പ്രദേശത്ത് വന്ന ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അയച്ചിരിക്കുന്നത് ഈ ദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും പിതാവായ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പലപ്പോഴും നാം നമ്മുടെ ജീവിത ക്ലേശങ്ങളിലും ആവശ്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മൾ വായിച്ച് ശരിക്കും ആ ബൈബിൾ വാക്യങ്ങൾ വായിച്ച് ഗ്രഹിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ആ മഹാസ്നേഹം എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഒന്നെങ്കിൽ നമ്മളത് അറിയാനായിട്ടുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള തിരക്കുകൾ മൂലം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്ന ബിസിനസിന്റെ സമയത്ത് ആ ബിസിനസിന്റെ ചിന്താഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു വിഷയമാണ്. എന്നാൽ വിശുദ്ധ ബൈബിള് വായിച്ച് ശരിക്കും അത് ഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ആ ദൈവത്തിന്റെ സ്നേഹം മറക്കുവാൻ സാധിക്കില്ല. ഒരു നിസ്സാര കാര്യത്തിന് പോലും നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്തിരിക്കും, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പക്ഷേ നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹം മറക്കുന്ന ഒരു സമയത്ത് നമുക്ക് നന്ദി പറയുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ സാധിക്കില്ല. അത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ബൈബിളിൽ തന്നെ നമ്മൾ ആയിരിക്കണം. വിശുദ്ധ ബൈബിൾ വായിക്കണം, അത് ഗ്രഹിക്കണം, അതനുസരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആ മഹാസ്നേഹം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നൽകാതിരിക്കുമോ? അവനോടുകൂടിയാണ് നമുക്ക് സകലവും നൽകുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. അപ്പൊ ക്രിസ്തുവിലാണ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ നമുക്കത് പ്രാപിക്കുവാൻ സാധിക്കില്ല. യേശു കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശു വന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. സ്നാനം കഴിപ്പിച്ച് വന്നവരെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് അനുസരിച്ചിട്ട് നമ്മളും അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മളും മറ്റുള്ളവരെ അങ്ങനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യേശു കർത്താവ് പറയാണ്, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കുക,
യേശു കർത്താവ് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ഇത് ദൈവത്തിന്റെ ഒരു ആലോചനയാണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കാലം തികഞ്ഞു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ ലോകത്തിന്റെ അവസാന ഘട്ടം ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുക. ആകാശം കൊടുമുഴക്കത്തോടെ പോകുമെന്ന് പത്രോസ് പറയുന്നു. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്നാണ്. ഭൂമിയും അതിലുള്ള പണികളെല്ലാം വെന്തുപോകും. അപ്പോൾ നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കണ എല്ലാം പോകും, ഒന്നും നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ കാണുന്നതിനായി പ്രത്യാശിക്കുന്നതിന്, ഇപ്പോൾ ഇവിടെ കാണുന്നതിന് പ്രത്യാശിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ കാണാത്തതിനായി പ്രത്യാശിക്കണമെന്നാണ്. ഈ കാണുന്നതെല്ലാം മായയാണെന്നാണ് ദാവീദിന്റെ മകനായ സോളമൻ രാജാവ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം മായെന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് മനസ്സിലാക്കണം, ഈ കാണുന്നതിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? യേശു കർത്താവ് പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, അവയേക്കാൾ എത്രയോ വിശേഷത ഉള്ളവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശുവാണ് പറഞ്ഞത്, 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി, ബാക്കി 12 കൂട്ട നിറച്ചെടുത്ത ബാക്കി വന്നത് യേശു കർത്താവ് ആഴ്ത്തി നുറുക്കി കൊടുത്ത അപ്പമാണ്, 5 അപ്പം. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അനേക രോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. തളർവാദ രോഗികൾ വന്നു, കണ്ണു കാണാൻ പാടാത്ത കുരുടന്മാർ വന്നു, കുഷ്ഠരോഗികൾ വന്നു, മുടന്തന്മാർ വന്നു, രക്തസ്രാവക്കാർത്തി വന്നു, മകളുടെ ഭൂതോദരം മാറുവാനായിട്ട് കനാന്യ സ്ത്രീ വന്നു, 2 സഹോദരിമാർ മാർത്തയും മറിയയും, അവർക്ക് ആകെ കൂടെ ഉള്ള ഒരു സഹോദരൻ ദീനം പിടിച്ച് മരിച്ചു. ആളയച്ച് യേശുവിനെ വിളിപ്പിച്ചു. യേശു വന്നു. 4 ദിവസമായി നാറ്റം വെച്ചു. കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. യേശു കടന്നു ചെന്നു. ലാസറെ എടുത്തു പുറത്തു വരിക. ലാസർ എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് മാർത്തയോട് വെച്ച് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒന്നെങ്കിൽ 70 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 100 വർഷം വരെ നമ്മളിവിടെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ ആരെങ്കിലും തൃപ്തിപ്പെടുന്നുണ്ടോ? ആരുടെയെങ്കിലും ആഗ്രഹം നിറവേറ്റിയതായിട്ട് പറയുന്നുണ്ടോ? ആരും ഇവിടെ തൃപ്തിപ്പെടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഈ മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അന്ത്യം കുറിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നത് ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുന്നതാണ് മരണം. ആത്മാവ് നമ്മളിൽ നിന്ന് പോകുന്നു, ശരീരം നമ്മുടെ ജീവനില്ല. പിന്നെ ശരീരം മറവ് ചെയ്യണം, മരിച്ചു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. പക്ഷെ ആത്മാവ് മരിക്കുന്നുണ്ടോ? ആത്മാവിന് മരണമില്ല. ആത്മാവ് എങ്ങോട്ട് പോകും? യേശു കർത്താവ് പറഞ്ഞു, 2 വഴിയുണ്ട് നിങ്ങളുടെ മുമ്പേ. ഒന്ന് യാതനാസ്ഥലം, മറ്റൊന്ന് വിശ്രമസ്ഥലം. ഈ 2 സ്ഥലങ്ങളിൽ ഏത് സ്ഥലത്ത് പോകണമെന്ന് നാം ഈ ഭൂമിയിൽ വെച്ച് ചിന്തിക്കണം. ഈ ഭൂമിയിൽ വെച്ച് നാം തീരുമാനിക്കണം, എന്റെ ആത്മാവ് എവിടെ പോകണം. യേശു കർത്താവാണ് പറഞ്ഞത്. നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാനായിട്ട് വരുന്നവനുമായ യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്.
ഒന്ന് യാതന സ്ഥലം, മറ്റൊന്ന് വിശ്രമ സ്ഥലം. ഒന്ന് നരകം, മറ്റൊന്ന് സ്വർഗം. എങ്ങോട്ട് പോകണമെന്ന് നാം തീരുമാനിക്കണം. എന്നാൽ നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും ചെയ്യേണ്ട, തനിയെ അങ്ങോട്ട് പോയിക്കോളൂ. എന്നാൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ യേശു കർത്താവായ ദൈവത്തിന്റെ പുത്രൻ തന്നിരിക്കുന്ന കൽപ്പന നമ്മൾ സ്വീകരിക്കണം. അവർക്ക് വേണ്ടിയാണ് സുവിശേഷം വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചയച്ചത്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. സുവിശേഷത്തിൽ വിശ്വസിച്ച് അനുസരണം പാലിക്കണം. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അതുകൊണ്ട് രണ്ട് വഴികളാണ്. ഏത് വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ എനിക്ക് വേദനയുള്ള സ്ഥലത്ത് പോകാൻ എന്നെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നവർ, അവർക്കൊരു പ്രമാണം ഇവിടെ ഉണ്ട്. ആ പ്രമാണമാണ് സുവിശേഷം. ആ സുവിശേഷം കേട്ട് വിശ്വസിക്കണം, സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ആത്മാവിനാൽ നടത്തപ്പെടണം. ഭൂലോകമെങ്ങും പോയി നമുക്ക് പോകാൻ പറ്റുന്നിടങ്ങളിലൊക്കെ പോയി ആ സത്വാർത്തമാനം അറിയിക്കണം. അനുസരണത്തിൽ ജീവിക്കണം, കൽപ്പന അനുസരിച്ച് ജീവിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. ആരെയും നമുക്ക് ശത്രുക്കളായി കാണാൻ പാടില്ല, അത്യാഗ്രഹങ്ങൾ പാടില്ല. നീതിയും സത്യവും നമുക്കുണ്ടാകണം. ഇതാണ് യേശുവിന്റെ പാത. വിഗ്രഹാരാധന പാടില്ല. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കരുത്. അതിനെ നമസ്കരിക്കരുത്. അതിന്റെ മുമ്പിൽ കുമ്പിടരുത്. അതിനെ ആരാധിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം. അത് ദൈവത്തിന്റെ പ്രമാണമാണ്. അത് ക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആ പ്രമാണമായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിൽ ആ ന്യായവിധിയാണ് നമ്മൾ പോകുന്നത്. എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയോഗിച്ചിരിക്കുന്നു. എല്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കേൾക്കാനുള്ളതും നമ്മൾ അനുസരിക്കുവാനുള്ളതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതെല്ലാം നമുക്ക് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയമമാണ് പുതിയ നിയമം. ആ പുതിയ നിയമമാണ് നമുക്കുള്ളത്. ആ പുതിയ നിയമം നാം അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരെയും ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, കാലം തികഞ്ഞു. എന്താണ് കാലം? ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവാൻ പോകുന്നു. ഇത് കത്തിച്ചാമ്പലാകാൻ പോകുന്നു. അതുകൊണ്ട് കർത്താവായ യേശു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവിന് ആസന്നമായി. കർത്താവിതാ വരും. ആ കർത്താവിന്റെ വരവിക്ക് നമുക്ക് ഇവിടുന്ന് പോകണ്ടേ? നമുക്ക് രക്ഷ പ്രാപിക്കണ്ടേ? കർത്താവിന്റെ വരവിൽ പോകാൻ പറ്റില്ലേ? നമുക്ക് ന്യായവിധിയിൽ പോകേണ്ടവരാണ് നമ്മൾ. പിന്നെ ഒരു ന്യായവിധിയുള്ളൂ. ന്യായം വിധിച്ച് തീത്തടാകത്തിൽ തള്ളുവെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തീപ്പോവുകയും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഈ ദേശവാസികളെ, എന്റെ സഹോദരി സഹോദരന്മാരെ, ഇത് ഞാനൊരു മുന്നറിയിപ്പായി നൽകുകയാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഷ്ടത്തിൽ ദുഃഖത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നമ്മൾ മുന്നോട്ട് പോയിട്ട് അവസാനം നമ്മുടെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ചില്ലെങ്കിൽ നിത്യകാലം യാതനാ സ്ഥലത്തിലും തീത്തടാകത്തിലുമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഗന്ധകം കത്തുന്ന പൊയ്ക, ചാകാത്ത പുഴു, കെടാത്ത തീ കൊണ്ട് ഉപ്പിടുന്നു. വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. എഴുതി വെച്ചതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ നോക്ക്. ഇന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് പോലെയാണ് നടക്കുന്നത്. ഒരു വള്ളിപുള്ളി മാറ്റമില്ല. അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചും കൂടി എഴുതി വെച്ചിരിക്കുന്ന വിഷയം നാം ഒന്ന് മനസ്സിലാക്കണം. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല. സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്തു പ്രയോജനം? ഈ കഷ്ടപ്പെട്ടതൊന്നും നമ്മൾ ഉണ്ടാക്കിയതൊന്നും നമ്മളെ രക്ഷിക്കില്ല. അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്ന എന്റെ മിത്രങ്ങളെ, നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിതാസന്നമായി, കാഹളം കേൾക്കാറായി. നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിരുന്നവരാണ് യേശു കർത്താവിനോടുകൂടെ പോകുന്നത്. നാം ഒരുങ്ങിയില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇന്ന് കല്യാണം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ആ കല്യാണത്തിന്റെ സമയത്ത് ഒരുങ്ങി എങ്ങനെയാണോ ഒരു മണിയറയിലേക്ക് ചെല്ലുന്നത്, അതുപോലെ നമ്മുടെ മണവാളൻ, നമ്മുടെ പ്രാണപ്രിയൻ മേഘത്തിൽ വരുമ്പോൾ നാം ഇവിടുന്ന് ഒരുങ്ങി അങ്ങോട്ട് ചെല്ലണം. മേഘത്തിലാണ് കർത്താവ് വരുന്നത്. മണവാളൻ മേഘത്തിൽ വരുന്നു. ഭൂമിയിലുള്ള മണവാട്ടി ഒരുങ്ങിപ്പോകണം. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ കാന്ത തന്നെത്താൻ ഒരുങ്ങണം. കാന്ത സുവിശേഷം കേൾക്കണം, കാന്ത വിശ്വസിക്കണം, കാന്ത അനുസരിക്കണം, കാന്ത സ്നാനമേൽക്കണം, കാന്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കാന്ത ആത്മാവിന് സത്യത്തിലും ആരാധിക്കണം. കാണാത്ത ദൈവത്തെ ഇവിടെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആരാധിക്കണം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം. കൊടിയ കാറ്റടിക്കുന്നത് മൂലം തീനാളങ്ങളെ ഇറങ്ങി വന്നു. 120ഓളം പേരുണ്ടായിരുന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പിന്നെ അവിടെ നടന്ന സംഭവം എന്തായിരുന്നു? അവിടെ ആത്മാവ് നിറഞ്ഞുള്ള ആരാധനയാണ് അവിടെ നടന്നത്. അവിടെ മറ്റൊന്നും നടന്നില്ല. ഒരു മതാചാരവും അവിടെ നടന്നില്ല. അവിടെ മുഴുവൻ നടന്നത് അന്യഭാഷയിലുള്ള ആരാധന. ഇതേപോലെ ഒരു ആരാധനയാണ് ഈ ഭൂമിയിൽ വെളിപ്പെടേണ്ടത്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതിനുവേണ്ടി നാം ഒരുങ്ങേണ്ടവരാണ്. നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടവരാണ്. നാം ഒരുങ്ങി തേജസ് പ്രാപിച്ചുകൊണ്ടു പോകേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകണം. വെറുതെ ഇരുന്ന് സിനിമാ കഥകളും നമ്മുടെ പണിയുടെ കാര്യങ്ങളും മറ്റതെല്ലാം പറഞ്ഞ് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ സുവിശേഷമായി കടന്നു പോകേണ്ടവരാണ് നമ്മൾ. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ടോ
അതിനേക്കാൾ നാലിരട്ടി മറ്റു മതങ്ങളാണ്. അവരോട് നാമാണ് പോയി സത്യസുവിശേഷം പറയേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.